വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന ചാപ്റ്ററിൻ്റെ നാലാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് പഠിച്ചിട്ടുണ്ടാകും, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് പറയുക. നമുക്ക് വരുന്ന ക്ലാസ്സുള്ളത് പരിഗണിക്കാം. അപ്പോൾ നോട്ട് വേണമെന്നുള്ളൊരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയ കാര്യം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫ്രഞ്ചിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നമാണ് അല്ലേ. അതിൽ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നു അല്ലേ. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലത്തിന് നമുക്കൊരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അതായത് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്ന ഈ പറയുന്ന 89 തൊട്ട് 91 വരെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് അവിടെ നടന്നത്. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തു, എങ്കിലും രാജാവാണ് ഭരിക്കുന്നത്. എന്നാൽ ഈ 91 ശേഷം എന്ത് പറ്റുന്നു? ഈ രാജഭരണം മാറിയിട്ട് എന്ത് പറ്റുന്നു? മൊണാർക്കി അബോളിഷ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫ്രാൻസ് റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്നു. ജാക്കോബിയൻസ് അധികാരം എന്ത് ചെയ്യുന്നു? കൈയേറുന്നു. അങ്ങനെയാണ് പ്രശ്നം തുടരുന്നത് അല്ലേ. എന്ത് പറ്റുന്നു? ഈ ജാക്കോബിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന റോബസ്പിയറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഭയങ്കര അധികം ടെററുകളാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഫ്രാൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാവരെയും അവർ എന്ത് ചെയ്തു? വധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഉണ്ടാക്കി, അതായത് രാജ്യത്തിന് ത്രെട്ടായിട്ടെന്ന് ഉള്ളവർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗില്ലറ്റിനെ ഉപയോഗിച്ച് കൊല്ലുന്നു. സെപ്റ്റംബർ മാസക്കറൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. പക്ഷേ അവസാനം എന്ത് പറ്റുന്നു? ഈ പറയുന്ന റോബസ്പിയർ തന്നെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഗില്ലറ്റിനാൽ വധിക്കപ്പെടുകയാണ്. അതായത് അമിതമായിട്ട് കഴിഞ്ഞാലല്ലേ, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയുമ്പോൾ ഓവറായി. അപ്പോൾ കൂടെ ഉള്ളവർക്ക് തന്നെ എന്ത് ചെയ്തു? ഇയാളെ മടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഇദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടാണ് ഒരു ഡയറക്ടറി വരുന്നത്. എന്ത് വരുന്നത്? ഡയറക്ടറി വരുന്നത്. അതായത് ഒരു 5 അംഗ സമിതിയാണ് ഇപ്പോൾ ഫ്രാൻസിനെ എന്ത് ചെയ്യുന്നത്? റൂൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ബോർബൺ രാജവംശമായിരുന്നു. അതിനുശേഷം രാജാവിനെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. അതായത് തേർഡ് എസ്റ്റേറ്റിലുള്ളവർ അധികാരത്തിൽ വരുന്നു. നമ്മളതിന് എന്ത് പറ്റും? ഒരു മോഡറേറ്റ് കാലഘട്ടം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു അല്ലേ. അവർ ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട്സ്പിയറിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഭരിച്ചു. അതിനുശേഷം എന്ത് വരുന്നു? ഡയറക്ടറി വരുന്നു. 4 കാര്യങ്ങൾ ആ ഒരു ഓർഡറിൽ ഓർത്ത് വയ്ക്കുക. രാജാവ് ഭരിച്ചിരുന്ന കാലം, അപ്പോൾ വിപ്ലവം വരുന്നു. രാജാവിനെ വച്ചുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? നാടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അതാണ് മോഡറേറ്റ് കാലഘട്ടം. അടുത്ത രാജാവിനെ കൊന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദികൾ അവരെന്ത് ചെയ്യുന്നു? അക്രമത്തിലൂടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അതാണ് റോബർട്ട്സ്പിയറിൻ്റെ ലീഡർഷിപ്പിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ദ ഡയറക്ടറി വരുന്നത്. ഒരു 5 അംഗ സമിതി അല്ലേ. എന്താണ്? ഒരു 5 മെമ്പർ ഗവൺമെൻറ്റാണ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഈ ഡയറക്ടറി എന്ന് പറയുന്നത് വീക്കും കറപ്റ്റഡുമായിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രാൻസിൽ 2 കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ തൊട്ട് മുമ്പുണ്ടായിരുന്ന റോബർട്ട്സ്പിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും അവരെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരും എന്നിങ്ങനെ 2 ഗ്രൂപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഫ്രാൻസിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ജാക്കോബിയൻസും ജിറോണ്ടിസ്റ്റും നമ്മൾ പറഞ്ഞു. ഇതിൽ ഈ ജാക്കോബിയൻസും ജിറോണ്ടിസ്റ്റുകൾക്ക് തന്നെ വേറൊരു പേര് പിന്നീട് പറയും. അതായത് ഈ പറയുന്ന ജാക്കോബിയൻസിനെ വ്യക്തമായി എതിർക്കുന്ന ആൾക്കാർ, ഇവരുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്? റോബർട്ട്സ്പിയറിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ പറയുന്ന ഡയറക്ടറി എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും നേരാവണ്ണം ഭരിക്കാനുള്ളൊരു കഴിവില്ല. എപ്പോഴും രാജ്യത്ത് ക്രമസമാധാനം പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വന്നു? പട്ടാളത്തെ ഇറക്കേണ്ട ആവശ്യം വന്നു. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോയിന്റ്. ആരെ ഇറക്കുന്നു? പട്ടാളത്തിന് ഇറക്കുന്നു. അതായത് മിലിറ്ററിയെ ഇറക്കി ക്രമസമാധാനം പാലിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്നവർ പോകുന്നു. അപ്പോൾ എന്ത് പറ്റും? ആർമിക്ക് രാജ്യത്ത് പവർ വരും. അപ്പോൾ ഈ ആർമിയിൽ പ്രധാനപ്പെട്ട ഒരു ബ്രിഗേഡിയർ ജനറലായ വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ഈ നെപ്പോളിയൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന നെപ്പോളിയൻ, ഹൈറ്റൊക്കെ കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യനാണ് ഈ പറയുന്ന നെപ്പോളിയൻ എന്ന് പറയുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു? ഫ്രഞ്ച് ആർമിയിലെ ഒരു ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു. ഈ ബ്രിഗേഡിയർ ജനറലിന് അത്യാവശ്യം പവർ വന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞ് നമ്മൾ ഈ ഡയറക്ടറിക്കകത്തുണ്ടായിരുന്ന 5 പേരിൽ ഒരാളായിട്ടുള്ള അബേസിയസ് എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പഠിച്ചപ്പോൾ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ അബേസിയസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുവാണ്? ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയാണ്. അതായത് ഈ പറയുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന 5 മണ്ടന്മാരെ മാറ്റിയിട്ട് മിലിറ്ററിയിലൂടെ എന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചെടുക്കുന്നു. ഹി എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 3 കൗൺസിൽസ്. അതായത് ഈ പറഞ്ഞ 5 എണ്ണത്തിനെ മാറ്റിയിട്ട്
നെപ്പോളിയനും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് മൊത്തം 3 കൗൺസിൽസ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവർ 3 പേര്, ഈ 3 കൗൺസിൽസ് ആണ്. അതിൽ ഫസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് ആര് തന്നെ ആയിരുന്നു? നെപ്പോളിയൻ തന്നെ ആയിരുന്നു. ഓക്കെ, കൺസ്യൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, എന്താണ് കൺസ്യൂൾ എന്ന് പറയും. അപ്പോൾ സംഭവം ഇത്രയാണ്. അരാജകത്വത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൽ എന്ത് വന്നാലും അവിടെ നമ്മൾ ആരെ ഇറക്കേണ്ടി വരും? പട്ടാളത്തിന് ഇറക്കേണ്ടി വരും. അപ്പോൾ ഈ പട്ടാളത്തിൽ ഒരു ബ്രിഗേഡിയറായ നെപ്പോളിയൻ എന്ത് വിചാരിച്ചു? എന്നാൽ പിന്നെ നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ അല്ലേ. പട്ടാള ഭരണം വരുന്ന പോലെ എന്ത് ചെയ്യുന്നു? നെപ്പോളിയൻ ഈ പറയുന്ന അധികാരം പിടിച്ചെടുക്കുന്നു. നെപ്പോളിയൻ എന്താകുന്നു? രാജ്യത്തിൻ്റെ അധികാരിയാകുന്നു. രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് 3 ആൾക്കാരുള്ള ഒരു കോൺസ്യൂള് ഫോം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു അതിൽ പ്രധാനപ്പെട്ടത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണെന്ന് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? അധികാരം കൊണ്ടു നടക്കുന്ന സമയം എതിർപ്പുണ്ട്, മറ്റ് ശത്രുക്കളുണ്ട്, രാജ്യത്തിന് പുറത്തുള്ള മൊണാർക്കി അതായത് മറ്റ് രാജ്യത്തെ രാജാക്കന്മാരുടെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഫ്രാൻസിൽ വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതനുസരിച്ച് ഞങ്ങളുടെ നാട്ടിലും വരുമല്ലോ എന്ന് വെച്ചിട്ട് അവർ നേരത്തെ നമ്മുടെ ലൂയി 16 ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്ന കാര്യം നമ്മൾ ഓർമ്മയുണ്ടല്ലോ. അങ്ങനത്തെ ടീംസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇയാളെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്വയം ഡിക്ലെയർ ചെയ്യുന്നു. ഞാനാണ് ഫ്രാൻസിലെ എംപറർ എന്ന് തീരുമാനിക്കുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ റിഫോംസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാൻ നോക്കിയേ. ഐ ഫൗണ്ട് ദ ക്രൗൺ ഓഫ് ഫ്രാൻസ് ഇൻ ദ ഗട്ടർ. ഐ പിക്ഡ് ഇറ്റ് അപ്പ് വിത്ത് ദ ടിപ്പ് ഓഫ് മൈ സോഡ് ആൻഡ് ക്ലീൻഡ് ഇറ്റ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് അറ്റോപ്പ് മൈ ഓൺ ഹെഡ്. എന്ന് വെച്ചാൽ ഫ്രാൻസിൽ അന്ന് മൊത്തം പ്രശ്നമായിരുന്നു അല്ലേ. നമുക്കറിയാം, നമ്മൾ ഫ്രാൻസിൽ വിപ്ലവം തുടങ്ങുന്നതിന് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം, ആൾക്കാർക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ അത് മാറ്റാനെന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് വന്നത്. അവന്മാർ വന്നപ്പോഴോ രാജാവിനേക്കാളും കേവലമായിരുന്നു, രാജാവിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മൊത്തം ഫ്രാൻസിൽ ജനത ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അദ്ദേഹം ഒരുപാട് നല്ല നല്ല റിഫോംസ് കൊണ്ടുവരുന്നു. അതായത് ആദ്യം ഈ പറയുന്ന നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കുന്നു, കൗൺസിൽസ് ഒക്കെ ഫോം ചെയ്യുന്നു. എന്നിട്ട് ജനഹിതം, പ്ലെബിസൈറ്റ് എന്ന് നമ്മളതിന് പറയും, ജനഹിത പരിശോധനയിലൂടെ അദ്ദേഹം എന്ത് പറയുന്നു? ഞാനാണ് ഇനി മുതൽ ഫ്രാൻസിൻ്റെ എംപറർ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവാക്കി എന്ന മീനിങ് വേണം നിങ്ങൾ എടുക്കാൻ. ഇനി എന്തുകൊണ്ടാണ് ഇയാളെ രാജാവാക്കി എന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയ റിഫോംസ് ആണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മൾ ഇന്നത്തെ മോഡേൺ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ലീഗൽ റിഫോംസ് കൊണ്ടുവന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഫ്യൂഡൽ നിയമങ്ങളെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലാവർക്കും തുല്യ നീതി കൊണ്ടുവരുന്ന, ഇക്വാലിറ്റി കൊണ്ടുവരുന്ന, റിലീജിയസ് ഫ്രീഡം കൊണ്ടുവരുന്ന പുതിയ ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിൻ്റെ പേരാണ് നെപ്പോളിയനിക് കോഡ്. ഇതാണ് നെപ്പോളിയനിക് കോഡ് എന്ന പേരിൽ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. കാരണം എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും മതത്തിന് എന്ത് കൊടുക്കുന്നു? ഫ്രീഡം കൊടുക്കുന്നു. പോപ്പുമായിട്ട് ചേർന്നിട്ട് കോൺകോർഡറ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഒപ്പുവെക്കുന്നു. അവിടുത്തെ പോപ്പുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു? കോൺകോർഡറ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഒപ്പുവെക്കുന്നു. എന്ന് വെച്ചാൽ കത്തോലിക് ചർച്ചിന് ഫുൾ ഫ്രീഡം വീണ്ടും കൊടുക്കുന്നു. അതായത് മതവിശ്വാസത്തിന് ഫുൾ ഫ്രീഡം വീണ്ടും കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റ് മതക്കാർക്കും അവരുടെ മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതായത് ഈ പറയുന്ന ഒരു മൊണാർക്കായിരുന്നു രാജാവ്. ഇയാളൊരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിലും ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നു. അപ്പം ജനങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടും. എഡ്യൂക്കേഷണൽ റിഫോംസ് കൊണ്ടുവരുന്നു. അതായത് അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ ലൈസി എന്ന് പറഞ്ഞ പേരിൽ എന്ത് കൊണ്ടുവരുന്നു? യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നു. രാജാവിൻ്റെയോ പ്രഭുക്കന്മാരെയോ മക്കളെന്നല്ല, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നു. അതായത് ഗവൺമെൻറ് സ്കൂളുകൾ കൊണ്ടുവരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ആ സ്കൂളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യുള്ളൂ? ജനങ്ങൾ മുന്നോട്ട് വരുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് സർവീസിലോട്ട്, ആർമിയിലോട്ടും ഒക്കെ വിദ്യാസമ്പന്നരായ ആൾക്കാർ വരുന്നതാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് നല്ലത്. നല്ല കാര്യമല്ലേ ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ. ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലേ. ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം സർക്കാരിന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലായി. ഇന്നത്തെ മോഡേൺ ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടിയല്ലേ. അടുത്ത് എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നു. അതായത് ദ ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവരുന്നു. എന്നിട്ട് എല്ലാവർക്കും യൂണിഫൈഡ് കറൻസി സിസ്റ്റം കൊണ്ടുവരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഇന്നത്തെ സർക്കാർ ചെയ്യുന്ന കാര്യമല്ലേ. മിലിറ്ററി റിഫോംസ് കൊണ്ടുവരുന്നു. പുതിയ പല ബറ്റാലിയനുകളും ഫോം ചെയ്യുന്നു. അവിടുത്തെ ഒരു ജനത എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇഷ്ടപ്പെടൂലേ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അല്ലേ. എല്ലാവർക്കും ഒരേ നിയമം, നല്ല കാര്യം. ഒന്ന് മതത്തിന് വിശ്വാസമുള്ള ആൾക്കാരാണ്, മതസ്വാതന്ത്ര്യം കൊടുത്തു.
അടുത്ത വിദ്യാഭ്യാസം കൊടുത്തു, യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്നു, ലൈസി എന്ന് പേരിൽ എന്ത് വരുന്നു, സ്കൂളും കൊണ്ടുവരുന്നു. സാമ്പത്തികമായിട്ട് എന്ത് കൊണ്ടുവരുന്നു, ഒരു യൂണിഫൈഡ് കറൻസി സിസ്റ്റവും ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവരുന്നു. മിലിറ്ററി റിഫോംസ് കൊണ്ടുവരുന്നു. നോർമലി ജനങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടുന്നു, ജനങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു മിലിറ്ററി ജനറലാണ് അല്ലേ. അപ്പോൾ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ പുള്ളിയുടെ വീക്ക്നെസ്സാണ്. അതായത് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രാൻസ് അല്ലേ, തൊട്ട് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പോവുകയാണ്, യുദ്ധം ചെയ്യാൻ പോവുകയാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട്. അതായത് മര്യാദയ്ക്ക് ഫ്രാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഫ്രാൻസ് ഓക്കെ ആക്കി, ഫ്രാൻസ് ഇതൊക്കെ കൊണ്ടുവന്നു, ജനങ്ങൾക്ക് സന്തോഷമായി, ജനങ്ങളൊക്കെ കൂടെ ഉണ്ട്, പട്ടാളക്കാർ കൂടെ ഉണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞു, എന്നാ വാ നമുക്ക് ഓരോരുത്തന്മാരായിട്ട് അങ്ങോട്ട് തീർക്കാമെന്ന് പറയുന്നു. ഓക്കെ, അദ്ദേഹം പല യുദ്ധങ്ങളും എന്ത് ചെയ്യുന്നു, കുറേ ജയിക്കുന്നു, കുറേ തോക്കുന്നു. അങ്ങനെ ഓസ്ട്രിയയും പ്രൂസിയയും ഒക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പിടിച്ചെടുക്കുന്നു. ഈ ഓസ്ട്രിയയും പ്രൂസിയൊക്കെ ഞാൻ ആദ്യം ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് കണ്ടോ, ഇത് പ്രൂസിയ എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഓസ്ട്രിയ, ഓക്കെ, പ്രൂസിയ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് എംപറർ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അദ്ദേഹം പിടിച്ചടക്കുന്ന കുറച്ച് ആൾക്കാർ എന്ന രീതിയിൽ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു എന്താണ് പവർ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. പക്ഷേ നെപ്പോളിയന് സന്തോഷമാവുന്നില്ല. നെപ്പോളിയൻ പറഞ്ഞു പോലെ 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 ഈ ചെറിയ രാജ്യങ്ങളൊന്നും പിടിച്ചാൽ പോലെ, എനിക്ക് ആര് വേണം, എനിക്ക് ബ്രിട്ടനെ വേണം. ഓക്കെ, നെപ്പോളിയൻ്റെ ഏറ്റവും വലിയ എതിരാളി ആരായിരുന്നു, ബ്രിട്ടൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ബ്രിട്ടൻ എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം, ബ്രിട്ടൻ എങ്ങനെ നേരെ ഒന്നും അടിക്കാനൊന്നും പറ്റത്തില്ല. അതായത് ഇപ്പോൾ ബ്രിട്ടൻ നോക്കിയത് ഇവിടെ നിൽക്കുകയാണ് ഫ്രാൻസ്. ബ്രിട്ടനിൽ പോകണമെങ്കിൽ എന്ത് വേണം, കപ്പലിൽ കയറി പോകണം. ബ്രിട്ടനിൽ പോകണമെങ്കിൽ എങ്ങനെ പോകണം, കപ്പലിൽ കയറി പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, ബ്രിട്ടനെ അടിക്കാൻ. പക്ഷേ കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടൻകാരുടെ കപ്പലെന്ന് പറഞ്ഞാൽ ചില്ലറ കപ്പലല്ല, അവർക്ക് പവർഫുൾ ആയൊരു നേവിയുണ്ട്. അപ്പം ഡയറക്റ്റ് ഒരു യുദ്ധത്തിന് പോയാൽ ഫ്രാൻസാണ് നെപ്പോളിയൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിലം തൊടിയിക്കാതെ അവരെന്ത് ചെയ്യും, ഓടിക്കും. അപ്പോൾ ഈ പറയുന്ന നെപ്പോളിയൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഇവന്മാർ ഐലൻഡ് അല്ലേ, അപ്പോൾ ഇവന്മാർക്ക് സാധനങ്ങൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് കൊണ്ടുവരണമല്ലോ അല്ലേ, എല്ലാ സാധനവും ബ്രിട്ടനിലുണ്ടാവില്ലല്ലോ, മറ്റ് രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യണം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്താണ്, നമ്മുടെ ടീമിലുള്ള ഒറ്റ ഒരുത്തനും എന്ത് ചെയ്യരുത്, ഇനി മേലെ ബ്രിട്ടനുമായിട്ട് ട്രേഡ് നടത്താൻ പാടില്ല. നമ്മുടെ കൂടെ ഉള്ള ഒരുത്തനും എന്ത് ചെയ്യരുത്, ബ്രിട്ടനുമായിട്ട് ഇനി മേലാൾ ട്രേഡ് നടത്തണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ പേരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയും. എന്ത് പറയും, ദ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയും. അതായത് കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഈ പറയുന്ന ഫ്രാൻസോ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോ എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അതായത് countries that were under the control of the France or the friendly nations of the France were banned from trading with Britain. ഇത് കൂടെ വന്നപ്പോൾ ബ്രിട്ടൻ അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, എന്നാൽ ശരി, നിനക്കൊക്കെ ടീമുണ്ടല്ലോ, നീ നിൻ്റെ കുറേ രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിയല്ലേ, എങ്കിൽ ഞാനും എൻ്റെ ടീമുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ബ്രിട്ടൻ മറ്റ് പല രാജ്യങ്ങളും, അതായത് ബ്രിട്ടൻ റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പറയുന്ന ഓസ്ട്രേലിയ ഇവരെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റ് രാജ്യങ്ങളിലും ഫ്രാൻസ് പിടിച്ചടക്കിയ രാജ്യത്ത് ഇവരെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പ്രൂസിയ എന്ന് പറയുന്ന രാജ്യത്ത് എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കൂട്ടി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നെപ്പോളിയനായിട്ട് യുദ്ധം ചെയ്യുകയാണ്. പല യുദ്ധങ്ങൾ ചെയ്യുന്നു. ആദ്യം ഇയാൾ ഒരിക്കൽ തോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എൽബ എന്ന് പറയുന്ന സ്ഥലത്തോട് ഇയാൾ നാട് കടത്തും. ഇയാളെന്ന് വെച്ചാൽ നെപ്പോളിയൻ നാട് കടത്തും, പക്ഷേ നെപ്പോളിയൻ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ 1815 എന്ത് ചെയ്യും, ഒരു വലിയ യുദ്ധം നടക്കും. അതിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ അഥവാ വാട്ടർലൂ യുദ്ധം. ഓക്കെ, ഇതാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ അഥവാ വാട്ടർലൂ യുദ്ധം. ബെൽജിയം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു ഈ പറയുന്ന വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചൊരു യുദ്ധം നടക്കുന്നു. കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് നെപ്പോളിയൻ ആൻഡ് ബ്രിട്ടനും ബ്രിട്ടൻ്റെ ടീമും നെപ്പോളിയൻ്റെ ടീമുമായിട്ട് എന്ത് ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, തോക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, നാട് കടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെപ്പോളിയൻ ആരാന്ന് മനസ്സിലായല്ലോ. നെപ്പോളിയൻ എന്തായിരുന്നു, ഒരു സാധാരണ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് പറ്റിക്കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഡയറക്ടറിയും അതിനകത്തുള്ള 5 എണ്ണത്തിന് നേരാവണ്ണം ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റി, ഈ പറയുന്ന സാധനം ഫെയിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് പട്ടാളത്തിന് ഇറക്കുന്നു. അങ്ങനെ പട്ടാളം കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരു ബ്രിഗേഡിയർ ആയിട്ടുള്ള നല്ല കഴിവുള്ള നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡയറക്ടറിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അവരെയൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നു. നാട്ടുകാരുടെ ചോദിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രാൻസിൻ്റെ എംപററായിട്ട് മാറിയ നെപ്പോളിയൻ ഒരുപാട് നല്ല നല്ല റിഫോംസ് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ രാജാവേ, നിങ്ങൾ സൂപ്പറാണെന്ന് എന്ത് ചെയ്യുന്നു, ജനങ്ങൾ പറയുന്നു. അത്രയ്ക്കൊന്നും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു. കാരണം എന്താ, അദ്ദേഹം ലീഗൽ റിഫോംസ് കൊണ്ടുവന്ന് എല്ലാവർക്കും തുല്യതയും
ഫ്രീഡവും കൊണ്ടുവന്നു. കോൺകോർഡറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റി പോപ്പുമായിട്ട് ഒപ്പുവെച്ചിട്ട് കത്തോലിക് പള്ളിക്കും മറ്റ് മതങ്ങൾക്കും ആ പറയുന്ന മതം ഫോളോ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലൈസി എന്ന പേരിൽ സ്കൂളും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ യൂണിവേഴ്സിറ്റിയും സ്കൂളും കൊണ്ടുവന്ന് അതെല്ലാം സർക്കാർ ചെലവിൽ നടത്തിക്കൊണ്ടു പോകുന്നു. എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. ദ ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവരുന്നു. മിലിറ്ററി റിഫോംസ് കൊണ്ടുവരുന്നു. പല പല ബറ്റാലിയൻസ് ഫോം ചെയ്യുന്നു. ആൾക്കാർക്ക് അവിടെയൊക്കെ ജോലി കൊടുക്കുന്നു. ജനങ്ങൾ ഹാപ്പി ആവുന്നു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരിപാടിയൊക്കെ ഓക്കെ ആയില്ല, എന്നാൽ വല്ല അപ്പുറത്തുള്ള അയൽവക്കക്കാരൻ്റെ നെഞ്ചത്ത് കയറാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, നെപ്പോളിയൻ നേരെ മിലിറ്ററി ക്യാമ്പയിനുകൾ അങ്ങോട്ട് നടത്തുവാണ്. ഓക്കെ, അതെന്തായിരുന്നു ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന എനിമികളായിട്ടുള്ള ആരെ, ബ്രിട്ടനിട്ട് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ എന്ത് പറ്റി, അദ്ദേഹം പല പല യുദ്ധങ്ങൾ ജയിച്ചു. ഓസ്ട്രിയയെ തോപ്പിക്കുന്നു, പ്രൂസിയെ തോപ്പിക്കുന്നു. 1805-ലും 1806-ലും ഈ സ്ഥലത്തിൻ്റെ പേര് പഠിക്കേണ്ട, നോട്ടിനകത്ത് വന്നതേയുള്ളൂ, ഞാൻ മാറ്റിക്കോളാം. ഓക്കെ, എന്ത് പറ്റുന്നു, യുദ്ധം നടത്തുന്നു, ജയിക്കുന്നു. അങ്ങനെ ബ്രിട്ടനിട്ട് പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറുന്നു. ബ്രിട്ടനടുത്ത് എന്ത് ചെയ്യുന്നു, കോണ്ടിനെൻ്റൽ സിസ്റ്റം കൊണ്ടുവന്ന് ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാം. സാമ്പത്തികമായി തകർത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കപ്പലും കൊണ്ട് ഇറങ്ങൂലല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്നു. പ്രൊഹിബിറ്റിംഗ് ദ ട്രേഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് യൂറോപ്പ് നാഷൻസ് അലൈഡ് വിത്ത് ഓർ കൺട്രോൾഡ് ബൈ ദ ഫ്രാൻസ്. അതാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതെന്ത് പറ്റി, ബ്രിട്ടൻ്റെ എക്കോണമിയെ ക്രിപ്പിൾഡ്, അതായത് എന്താണ് മുടന്താക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവരെ വീക്കാക്കും. അതോടെ എന്ത് ചെയ്യും, അവന്മാർ വീഴുമെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യം നടന്നില്ല. ഇതെന്ത് ചെയ്തു, പണി കിട്ടി. അങ്ങനെ ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ വെച്ചിട്ട് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, ഡിഫീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് സെയിൻറ്റ് ഹെലന എന്ന ദ്വീപിലോട്ട് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയേ തീർന്നു. അപ്പോൾ നാട് കടത്തി. അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്തു, തോറ്റാൽ പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ സന്ധി ഒപ്പിടും. അങ്ങനെ പരിപാടിയുണ്ട്. രാജ്യങ്ങളും യുദ്ധം നടക്കും. യുദ്ധം നിർത്തുമ്പോൾ വെടിനിർത്തൽ കരാറൊക്കെ ഒപ്പിടുന്ന പോലെ എന്ത് ചെയ്യും, ഇവർ സന്ധി ഒപ്പിടും. അതായത് ഈ പറയുന്ന ഫ്രാൻസ് പൊട്ടിയല്ലോ, അപ്പോൾ ജയിച്ചവന്മാരെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, ഫ്രാൻസിനായിട്ട് മുട്ടം പണി കൊടുക്കും. അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന പവർഫുള്ളായ ഫ്രാൻസിന് ദ മാപ്പ് ഓഫ് യൂറോപ്പ് റീഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെപ്പോളിയൻ്റെ കീഴിൽ ഫ്രാൻസ് കുറേ രാജ്യങ്ങൾ പിടിച്ചടക്കും. ഈ രാജ്യങ്ങളൊക്കെ തിരിച്ചെന്ത് ചെയ്തു, സ്വതന്ത്രമാക്കുമ്പോൾ മാപ്പ് വീണ്ടും മാറ്റി വരയ്ക്കണമല്ലോ. അതായത് പണ്ടത്തെ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തോറ്റു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, ഓസ്ട്രിയ ഫ്രീ ആക്കണം. അതുപോലെ പ്രൂസിയ എന്ത് ചെയ്യണം, ഫ്രീ ആക്കണം. പഴയ മാപ്പിലോട്ട് എന്ത് ചെയ്യണം, ഈ ഫ്രാൻസിനെ തിരിച്ചാക്കണം. അപ്പോൾ അതിനുവേണ്ടി അവർ മീറ്റിംഗ് കൂടുകയാണ്. എന്ത് കൂടുകയാണ്, ഒരു മീറ്റിംഗ് കൂടുകയാണ്. ഇവിടെ വിയന്നയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് കൂടുന്നത്. ഓക്കെ, ഇവിടെ വെച്ചാൽ മീറ്റിംഗ് കൂടുന്നത് വിയന്നയെ വെച്ചിട്ട്. 1815 തന്നെ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് കൂടുന്നു. ഓസ്ട്രിയയിലാണ് വിയന്ന എന്ന് അറിയാമല്ലോ. അതിൻ്റെ പേരാണ് കോൺഗ്രസ് ഓഫ് വിയന്ന. എന്താണ്, കോൺഗ്രസ് ഓഫ് വിയന്ന. അപ്പോൾ പിടിച്ചടക്കി ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വിയന്നയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എന്തായിരുന്നു, ഓസ്ട്രിയയുടെ ചാൻസലറായിട്ടുള്ള മെറ്റേർണിച്ചാണ്. ആരാണ്, മെറ്റേർണിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് ആള്. എന്നിട്ട് പറയുകയാണ്, മതി, എന്ത് ചെയ്യണം, ഓക്കെ, ഇനി ഫ്രാൻസ് അങ്ങനെ നാട്ടുകാരും വഴിയെ പോയാലൊന്നും ഭരിക്കേണ്ട, ആര് ഭരിച്ചാൽ മതി. നമ്മൾ ആദ്യം തുടങ്ങിയപ്പം പഠിച്ചല്ലോ ഒരു രാജകുടുംബത്തെ പറ്റിയിട്ട്. ഏതാണ് രാജകുടുംബത്തിൻ്റെ പേര്, ഈ പറയുന്ന മൊണാർക്കി ആയിട്ടുള്ള ഏത്, ബോർബൺ ഫാമിലി എന്ത് ചെയ്താൽ മതി, ഫ്രാൻസ് ഭരിച്ചാൽ മതി. ആര് ഭരിച്ചാൽ മതി, ബോർബൺ ഫാമിലി ഭരിച്ചാൽ മതി. അതായത് ലൂയി 16 അനിയനായിട്ടുള്ള ലൂയി 17 ലൂയി 18 പിടിച്ച് എന്ത് ചെയ്യുന്നു, വീണ്ടും രാജാവാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ബ്രിട്ടൻസ്. ഇതിന് ഈ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നോക്കിയോ, റീസ്റ്റോർ ദ മൊണാർക്കി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ കൺട്രി ഓഫ് ദ യൂറോപ്പ് ഇൻക്ലൂഡിങ് ഫ്രാൻസ് ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ്, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നതിന് മുന്നേ ഫ്രാൻസ് എത്ര ഉണ്ടായിരുന്നു, അതും ആണ് ഇനി മുതലുള്ള ഫ്രാൻസ്. അതായത് എന്താണ്, റവല്യൂഷൻ നടന്ന അത്രയും വർഷത്തെ മാറ്റങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, തേച്ചു മാച്ച് കളയുന്നു. അപ്പോൾ ഈ പറയുന്ന റവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന ഫ്രാൻസ് എങ്ങനെയാണോ അങ്ങനെ മാപ്പിനെ മാറ്റി വരയ്ക്കുന്നു എന്നാലോചിച്ചാൽ മതി. അപ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന ആരാ, രാജാക്കന്മാർ. അങ്ങനെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, റീസ്റ്റോർ ദ ബോർബോൺ മൊണാർക്കി ഇൻ ദ ഫ്രാൻസ്. ഓക്കെ, ബോർബൺ രാജവംശത്തിൽ ലൂയി 18 പിടിച്ച് എന്ത് ചെയ്യുന്നു, വീണ്ടും രാജാവാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീയൊക്കെ സമ്മതിക്കണം, ആരാണ്, ബ്രിട്ടനാണ്, ബ്രിട്ടൻ്റെ നേവൽ സുപ്രീമസിയും അതുപോലെ ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പ് റഷ്യയുടെ പവറുമാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അംഗീകരിക്കാതെ വേറെ വഴിയില്ലല്ലോ. റെക്കഗ്നൈസ് ഓസ്ട്രിയാസ് ഡോമിനൻസ് ഇൻ ദ സെൻട്രൽ യൂറോപ്പ്. അങ്ങനെ സെൻട്രൽ യൂറോപ്പ് ആര് പിടിച്ചു, ഓസ്ട്രിയ പിടിച്ചു. അതായത് മൊത്തം യൂറോപ്പാണ്. അതിൻ്റെ ഈ ഭാഗം അത്രയും കടൽ വരുന്ന ഭാഗം അതത്ര ആർക്കാണ്, ബ്രിട്ടനാണ് ഇതിനോട്ട് മേധാവി എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഭാഗം അത്രയും റഷ്യയാണ് മേധാവി എന്ന് പറഞ്ഞു. ഇവിടെ സെൻട്രൽ ഭാഗത്ത് ആരാണ്, ഓസ്ട്രിയയാണ് കിടിലോ എന്ന് പറഞ്ഞു. അതായത് നീയൊക്കെ ഇനി എന്ത് ചെയ്താൽ മതി, ഒരു സൈഡിലോട്ട് അങ്ങനെ ഒതുങ്ങിയെങ്കിരുന്നാൽ മതി എന്ന് ഈ പറയുന്ന മീറ്റിങ്ങിലൂടെ തീരുമാനിക്കപ്പെടുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അങ്ങനെ ഇത് ഓങ്ഗ്രസ് അല്ല, ഇത് കോൺഗ്രസ് ആണ്. മിസ്സായി പോയതാണ്.
After the Napoleon's defeat, the countries in the Europe met in Vienna, Austria in 1815 and took some important decisions. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ആണല്ലോ. മെറ്റേണിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓസ്ട്രിയൻ ചാൻസലറാണ് ഇതിന് എന്ത് കൊടുത്തത്? ആ പറയുന്ന മെയിൻ ആളെന്ന് പറയുന്നത്, അത് നടത്തിയ ആളെന്ന് പറയുന്നത്. ഡിസിഷൻസ് എന്തൊക്കെയായിരുന്നു? റീസ്റ്റോർ ദ മൊണാർക്കീസ്, അല്ലേ? അതായത് എന്താണ്? യൂറോപ്പിൽ ഫ്രഞ്ച് റവല്യൂഷന് മുമ്പുണ്ടായിരുന്ന ആ പറയുന്ന മൊണാർക്കി, രാജഭരണം തിരിച്ചു കൊണ്ടുവരിക. ഈ പറയുന്ന ബോർബൺ രാജവംശത്തിന് അധികാരം കൊടുക്കുക. 18-ാമനെ പിടിച്ച് വീണ്ടും രാജാവാക്കി. ഈ 16-അവനാണല്ലോ ഗില്ലറ്റിൻ വെച്ച് തട്ടുന്നത്. അയാൾ അനിയനുണ്ടായിരുന്നു, അയാളെ പിടിച്ച് രാജാവാക്കി. ബ്രിട്ടൻ നേവൽ സുപ്രീമസി അക്സെപ്റ്റ് ചെയ്തു. റഷ്യ ഈസ്റ്റിൻ്റെ അധികാരികളായി. ഓസ്ട്രിയ എന്തായി? സെൻട്രൽ യൂറോപ്പിൻ്റെ അധികാരികൾ ആയി. അങ്ങനെ ഫ്രഞ്ച് റവല്യൂഷനും ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ ആയിരുന്നു, അല്ലേ? ഇന്നത്തെ മോഡേൺ രാജ്യങ്ങളിലുള്ള പല കാര്യങ്ങളും ആദ്യമായിട്ട് കൊണ്ടുവന്നതും അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചത് ഫ്രഞ്ച് റവല്യൂഷനിലാണ്. ഇതോടുകൂടി ഫ്രഞ്ച് റവല്യൂഷൻ എന്ത് ചെയ്യുന്നു? അവസാനിക്കും. 4 ഭാഗങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തു? മൊത്തം കംപ്ലീറ്റ് ചെയ്തു. സോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.